എന്താണ് ദുർബലത? ഒരു പ്രത്യേക അപകടത്തിൻ്റെ ആഘാതത്താൽ ഒരു സമൂഹത്തിൻ്റെ ഘടന അല്ലെങ്കിൽ സേവനങ്ങൾ അല്ലെങ്കിൽ ഭൗമശാസ്ത്രപരമായ പ്രദേശം എത്രത്തോളം നാശത്തിന് വിധേയമാകാം അല്ലെങ്കിൽ തടസ്സപ്പെടാം. അവയുടെ സ്വഭാവം, നിർമ്മാണം, അപകടകരമായ ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലെ സാമീപ്യം എന്നിവ കാരണം എന്നാണ് നമ്മൾ ദുർബലതയെ നിർവചിക്കാൻ കഴിയുക. അല്ലെങ്കിൽ ദുർബലതകളെ നമുക്ക് രണ്ടായിട്ട് അല്ലെങ്കിൽ മൂന്നായിട്ട് തിരിക്കാവുന്നതാണ്. ദുർബലതകളെ ഭൗതികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ദുർബലതകളായി നമുക്ക് തരംതിരിക്കാം. ശാരീരിക ദുർബലത ആദ്യത്തെ. ഭൂകമ്പം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളാൽ ആർക്കൊക്കെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാം എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ എല്ലാത്തിനെയും നാം അപകട സാധ്യതയുള്ള ആളുകളെയും ഘടകങ്ങളെയും ഭൗതിക അവസ്ഥയെയും അവയുടെ സാമീപ്യം, സ്ഥാനം, അപകടത്തിൻ്റെ സ്വഭാവം എന്നിവയെയും നമുക്ക് ഇതിൽ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറയപ്പെടുന്നത്. ഒരു അപകട സമയത്ത് അവയിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ ചെറുക്കാനുള്ള കെട്ടിടങ്ങളുടെയും ഘടനകളുടെയും സാങ്കേതിക ശേഷിയുമാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു വിഭാഗത്തിൽപ്പെട്ട ദുർബലത എന്ന് പറയുന്നത്. സാമൂഹിക സാമ്പത്തിക ദുർബലതയാണ് രണ്ടാമത്തത്. സാമൂഹ്യ ദുർബലത എന്ന് പറഞ്ഞാൽ ഒരു ജനവിഭാഗത്തെ ഒരു അപകടത്താൽ എത്രത്തോളം ബാധിക്കുന്നു എന്നത് ദുർബലതയുടെ ഭൗതിക ഘടകങ്ങളെ മാത്രമല്ല സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയും ആഘാതത്തിൻ്റെ തീവ്രത നിർണ്ണയിക്കുന്നു. ഉദാഹരണത്തിന്, കടൽ തീരത്ത് താമസിക്കുന്ന ദരിദ്രരായ ആളുകൾക്ക് ശക്തമായ കോൺക്രീറ്റ് വീടുകൾ നിർമ്മിക്കാൻ പണമില്ല. അവർ പൊതുവെ അപകട സാധ്യതയിലാണ്. അപ്പം കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വീടുകൾ നശിക്കാനുള്ള ബുദ്ധിമുട്ട് സംഭവിക്കുന്നു. അവരുടെ ദാരിദ്ര്യം കാരണം അവർക്ക് വീടുകൾ പുനർനിർമ്മിക്കാൻ കഴിയുന്നില്ല. അതാണ് ഒരു ദുരന്തത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദുരന്തത്തെ നേരിടാനും തയ്യാറെടുക്കാനും തടയാനും ലഘൂകരിക്കാനും അല്ലെങ്കിൽ വേഗത്തിൽ ആ ദുരന്തത്തിൽ നിന്ന് കരകയറാനും അവരെ പ്രാപ്തരാക്കുന്ന വീടുകളിലും സമൂഹങ്ങളിലും നിലനിൽക്കുന്ന വിഭവങ്ങൾ, മാർഗങ്ങൾ, ശക്തികൾ എന്നിങ്ങനെ ശേഷിയെ നമുക്ക് നിർവചിക്കാം. ആളുകളുടെ ശേഷിയും കണക്കിലെടുക്കാവുന്നതാണ്. ശേഷികൾ ഇവയാകാം: ശാരീരികമായ ശേഷി. ചുഴലിക്കാറ്റുകൾ വീട് തകർന്ന വെള്ളപ്പൊക്കത്തിൽ വിളകൾ നശിച്ചുപോയ ആളുകൾക്ക് അവരുടെ വീടുകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും സാധനങ്ങൾ വീണ്ടെടുക്കാൻ കഴിയും. ചില കുടുംബങ്ങൾക്ക് കഴിവുണ്ട്. അവർ അതിൽ നിന്ന് പുതിയ അവരുടെ പണം മുടക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയോ താൽക്കാലിക സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയോ ഒക്കെ ചെയ്യാം. അപ്പം സ്ഥിരമായി തൊഴിൽ കണ്ടെത്താനൊക്കെ അവർക്ക് ശേഷിയുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമൂഹിക സാമ്പത്തിക ശേഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്ക ദുരന്തങ്ങളിലും ആളുകൾക്ക് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് ഭൗതികവും സാമ്പത്തികപരമായ മേഖലയിലാണ്. സമ്പന്നരായ ആളുകൾക്ക് അവരുടെ സമ്പത്ത് കാരണം വേഗത്തിൽ സുഖം പ്രാപിക്കാനുള്ള കഴിവുണ്ട്. വാസ്തവത്തിൽ അവർ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നു. ഇനി കൂടുതൽ ശക്തമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാലും അതായത് സാമ്പത്തിക ശേഷിയുള്ളവർ അവർക്ക് ദുരന്തങ്ങളെ അപൂർവമായി മാത്രമേ ഉണ്ടാകുന്നൊരു സാധ്യത ഉണ്ടാകുന്നുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയും കോൺക്രീറ്റ് കൊണ്ടുള്ള വീടുകൾക്ക് അപകട സാധ്യത കുറയുകയുമാണ് ചെയ്യുന്നത്. അപകട സാധ്യത കൂടുതലും അതിനെ നേരിടാനുള്ള ശേഷി കുറയുമ്പോഴും മാത്രമേ ഒരു അപകടം ദുരന്തമായിട്ട് മാറുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു അപകടത്തിൻ്റെ ആവൃത്തി അല്ലെങ്കിൽ സാധ്യതയും സമൂഹത്തിൻ്റെ ദുർബലതയും ഗുരുതരമായി ബാധിപ്പിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് എന്താണ് റിസ്ക് എന്ന്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാവാനുള്ള അവസ്ഥ, അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക കാലയളവിൽ സംഭവിക്കുന്ന ഒരു അപകട സംഭവം മൂലമുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്ന നഷ്ടങ്ങളുടെ അളവുകോലാണ് അപകട സാധ്യത അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക അപകടകരമായ സംഭവത്തിൻ്റെ സാധ്യതയും ഓരോന്നും ഉണ്ടാകുന്ന നഷ്ടങ്ങളെയും ആശ്രയിച്ചാണ് അപകട സാധ്യത ഇരിക്കുന്നത്. അപകട സാധ്യതയുടെ തോത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അപകടത്തിൻ്റെ സ്വഭാവം ബാധിച്ച മൂലകങ്ങളുടെ ദുർബലത, ആ മൂലകങ്ങളുടെ സാമ്പത്തിക മൂല്യം, ഒരു സമൂഹം അല്ലെങ്കിൽ ആ പ്രദേശം
അപകടങ്ങൾക്ക് വിധേയമാവുകയും അതിൻ്റെ ആഘാതത്താൽ പ്രതികൂലമായി ബാധിപ്പിടാൻ സാധ്യതയുമുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപകട സാധ്യത എന്ന് നമ്മൾ പറയുന്നത്. ദുരന്ത നിവാരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം അത് അടിസ്ഥാനപരമായി ദുരന്ത നിവാരണ മാനേജ്മെൻ്റാണ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റാണ്. അപകട സാധ്യതയുള്ള ഘടകങ്ങളുടെ അപകട സാധ്യതയോ ദുർബലതയോ കുറയ്ക്കുന്നതിലൂടെ ജീവൻ, സ്വത്ത് അല്ലെങ്കിൽ ആസ്തികൾ എന്നിവയുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ കുറയ്ക്കുന്ന എല്ലാ നടപടികളും ദുരന്ത നിവാരണ മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ദുരന്ത നിവാരണ മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ദുരന്തം മൂലമുണ്ടാകുന്ന അപകടങ്ങളെ കുറയ്ക്കുകയും നാശനഷ്ടങ്ങളെ കുറയ്ക്കുകയും അതുമൂലം സമൂഹത്തിനും വ്യക്തിക്കും ഉണ്ടാകുന്ന സാമ്പത്തിക സാമൂഹിക നഷ്ടങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ദുരന്തം ഉണ്ടാവുക, ആ ദുരന്തം ആരെയൊക്കെ ബാധിക്കുന്നു, ആ ബാധിക്കുന്ന സമൂഹത്തിൽ നിന്ന് അതിനെ എങ്ങനെ കരകയറാനാവും, ഇതൊക്കെയാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിക്കുന്നത്. താങ്ക് യു.